ജെ ബി ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഒരു ഐബലിൻ്റെ ഹോം തിയേറ്ററാണ്. 5.1 ഹോം തിയേറ്ററാണ്. പക്ഷേ ഈ ഒരു ഹോം തിയേറ്റർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം കസ്റ്റമർ ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന ഒരു ഹോം തിയേറ്ററാണ്. അതിന് പുറമെ കസ്റ്റമർ സ്വന്തമായിട്ട് അഴിച്ച് ഇതിൻ്റെ എല്ലാ വയറും കാര്യങ്ങളൊക്കെ സോൾഡറിങ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അത് റെഡിയാക്കിയതിന് ശേഷം അതിലെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളും കൂടി ആഡ് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതിൽ ഓണായി കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ട്, വേറെ സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്താണ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനിതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ SD കാർഡിൻ്റെ അതുപോലെ USB ഒക്കെ വരുന്ന ഭാഗമാണിത്. ഇതിൽ ഭാഗങ്ങളൊന്നും ഇല്ല, എല്ലാം വയറ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഈ ബോർഡിൽ ഇവിടെ ചെറിയ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ബോർഡുണ്ട്, അതിൽ വയറ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമുക്ക് SD സ്ലോട്ടിലേക്ക് വരുന്ന ആ വയറാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൽ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ IC കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം. ഇതിൽ 3 IC ഉണ്ട്. TA 2025 എന്നുള്ള IC ആണ് ഇതിലുള്ളത്. അത് 5 ചാനലിലേക്കുള്ള IC ആണിത്. ഇത് സബ് വൂഫറിലേക്ക് വരുന്ന 2030 വരുന്ന IC ആണ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ഈ ഹോം തിയേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ട്രേസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് കംപ്ലയിൻറ്റ് എന്തായിരുന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു ചാനൽ IC ഈ 2025 TA 2025 വരുന്ന IC വന്നിട്ട് ഷോർട്ടേജ് ആയിരുന്നു. അത് നമ്മൾ മാറ്റി. അപ്പോൾ ആ ചാനലിൽ സൗണ്ട് വന്നു. പിന്നെ ഹോം തിയേറ്ററിലേക്ക് ഊഫറിലേക്ക് സബ് ഊഫറിലേക്ക് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ സബ് വൂഫറിൻ്റെ ICൻ്റെ അടുത്ത് ഒരു SMD ട്രാൻസിസ്റ്റർ ഉണ്ട്. അത് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി നോക്കിയപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റിൻ്റെ ICയിൽ നിന്ന് പോകുന്ന ഭാഗവും ഈ ട്രാൻസിസ്റ്ററിന് ചെറിയൊരു മ്യൂട്ടിൻ്റെ ട്രാൻസിസ്റ്റർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റിയിട്ടു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഹോം തിയേറ്റർ വർക്കിംഗ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്കിനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ ആഡ് ചെയ്യണം. ബ്ലൂടൂത്ത് മോഡ്യൂൾ നമ്മളിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇവിടെ കട്ട് ചെയ്ത് വെക്കണം. അതിലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അധികം വൃത്തികേടാവാത്ത പോലെ ചെയ്ത് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ USB പോർട്ട് വരുന്ന ഭാഗത്തേക്കുള്ള കണക്ഷൻസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ 5 വോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ 5 വോൾട്ട് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ USB മോഡ്യൂളിനെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുന്നു. ഇതിനെ ഇവിടെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കറിനെ നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നമ്മളിവിടെ സെറ്റാക്കും. നമ്മൾ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു, അതിൻ്റെ മുകളിൽ ഇത് വെച്ചു. ഇനി ഇതിൻ്റെ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിനെ കൂടി നമ്മൾ ഈ ബ്ലാക്ക് സ്റ്റിക്കർ വെച്ച് റാപ്പ് ചെയ്ത് ഇവിടെ വൃത്തിയായി ഒട്ടിച്ച് ഇവിടെ സ്ക്രൂ ചെയ്താൽ ഇതിവിടെ ടൈറ്റായി നിൽക്കും. ഇവിടെ ഒരു 2 സ്ക്രൂ ഇടുക, ഇവിടെ ടൈറ്റായി വയ്ക്കുക. അപ്പോൾ നല്ല വൃത്തിയായി നിൽക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ബോറ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതേപോലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ ചെയ്ത് നോക്കാം നമുക്ക്.
മുഴുവൻ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ USB മോഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വരുന്നത് ഒരു 5 വോൾട്ട് വരുന്നുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു 5 വോൾട്ട് വരും. ഇവിടെ ഒരു ഗ്രൗണ്ട് വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി 5 വോൾട്ടും കാര്യങ്ങളൊക്കെ USB പഴയ USB ബോർഡിലേക്ക് വരുന്ന വോൾട്ടേജ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് വേറെ പിന്നെ റെഗുലേറ്റർ കാര്യങ്ങളൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ നേരെ ഇതിലേക്ക് 5 വോൾട്ടും ഗ്രൗണ്ടും എടുത്തു കൊടുത്തു, നെഗറ്റീവ് സപ്ലൈ എടുത്തു, പോസിറ്റീവ് സപ്ലൈ എടുത്തു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് കാര്യങ്ങൾ എടുത്തു കൊടുത്തു, ഓഡിയോ ലെഫ്റ്റ്, ഓഡിയോ റൈറ്റ്, ഗ്രൗണ്ടും എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മൾ വയറിങ്ങും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഈ USB മോഡ്യൂളിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ചെറിയൊരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.